തക്കാളിപ്പനി. ഇതിൻ്റെ ഒരു 2-3 ദിവസം മുമ്പേ ആയിട്ട് തക്കാളിപ്പനി വന്നു. അപ്പോൾ പിന്നെ പോകാൻ പറ്റില്ലല്ലോ, അങ്ങനെ അത് ക്യാൻസൽ ചെയ്തു. അപ്പോൾ അവൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞു എനിക്ക് എന്തായാലും പോകണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പിന്നെ ഒരു ദിവസം പോകാമെന്ന് പറഞ്ഞു. ടൂർ പോയിട്ട് ഇപ്പം കുറേ ദിവസങ്ങളായി, ഇപ്പോഴാണ് ഒന്ന് പോകാൻ പറ്റുന്നത്. അപ്പം നമ്മൾ ഇപ്പം ഇറങ്ങുമ്പോൾ തന്നെ 12 മണിയൊക്കെ ആയി. പക്ഷേ ഇത് നമ്മൾ നിൽക്കുന്നിടത്തുനിന്ന് ഒരു 2 മണിക്കൂർ ദൂരമുണ്ട് കൊല്ലം അങ്ങോട്ടേക്ക്. നമ്മൾ കുറച്ച് ഉള്ളോട്ട് ഇങ്ങോട്ടേക്കാണ്. അങ്ങനെ അവിടെ എത്തുമ്പോൾ എത്ര ടൈം ആവുന്നൊന്നും അറിയില്ല. അപ്പോൾ അവള് പറഞ്ഞു നമുക്ക് ഫസ്റ്റ് അവിടെ പോകാമേ, എന്നിട്ട് ഭക്ഷണം കഴിക്കാൻ പോയാൽ മതി, അതിനിടയ്ക്ക് എന്തെങ്കിലും ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും കഴിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞേ. അപ്പോൾ അങ്ങനെ പോവാട്ടോ. അപ്പോൾ ഞാനൊരു വ്ളോഗായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. കുറേ ആയി വ്ളോഗൊക്കെ ചെയ്തിട്ട്, അതിൻ്റെ ഒരു ചമ്മലൊക്കെ ഉണ്ട്. എന്നാലും അങ്ങ് ചെയ്യാന്ന് കരുതി അല്ലേ. അല്ലു സേ എവിടെയാ നമ്മൾ പോന്നെ? പറഞ്ഞു കൊടുക്ക്, പച്ചത്ത് പറ. ഭയങ്കര സന്തോഷത്തിലാ. എന്തിനാ പോന്നെ നമ്മള്? എന്തുകൊണ്ടാ പോന്നെ? എനിക്ക് ടൂറിന് പോകാൻ പറ്റിയില്ല, എനിക്ക് തക്കാളി പനിയായിരുന്നു. അതുകൊണ്ട് എല്ലാരും പോയി. അതുകൊണ്ട് ഇന്ന് എനിക്ക് പോവാൻ പറ്റി. ഇന്ന് അച്ഛന് ലീവാ, എനിക്കും ലീവാ. അതുകൊണ്ട് നമുക്കിന്ന് പോവാൻ പറ്റി. ഈ ഉച്ചക്കുള്ള യാത്ര എന്ന് പറയുന്നത് ഭയങ്കര ഹൊറിബിളായിട്ടാണ് എനിക്ക് തോന്നാറുള്ളത്. എനിക്ക് ഈ വെയിൽ ഭയങ്കര തലവേദനയൊക്കെ ആയിരിക്കും. പിന്നെ എന്തോ എനിക്ക് രാത്രി കുഴപ്പമില്ല, നല്ല രാവിലെയുള്ള യാത്രയും കുഴപ്പമില്ല. പക്ഷേ ഈ ടൈം, ഉച്ചക്കൊക്കെയുള്ള ടൈം, അതെല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ. ഭയങ്കര വെയിലും ഒക്കെ, ഭയങ്കര ക്ഷീണം പിടിക്കുന്ന ഒരു സമയമല്ലേ അത്. പിന്നെ അവൾ നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ ഇവിടെ എത്തി. അങ്ങനെ ഇനി നേരെ നമ്മൾ വിചാരിച്ചു ഒരു ജ്യൂസ് കഴിച്ചിട്ട് അവളെ കളിക്കുന്നിടത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. ഇപ്പം തന്നെ ഒരു സമയമായി. പക്ഷേങ്കിൽ ഫുഡ് കഴിക്കാൻ നിന്നാൽ പിന്നെയും ലേറ്റ് ആവും. പിന്നെ അവൾക്കും വലിയ വിശപ്പില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, ജ്യൂസ് കളിച്ചിട്ട് പിന്നെ കഴിക്കാമെന്നാണ് നമ്മൾ കരുതിയത്. നമ്മൾ ജ്യൂസ് മേടിക്കാൻ പോകട്ടോ. താലിയൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. നോർത്ത് ഇന്ത്യൻ ഡിഷസൊക്കെ ഇവിടെ കിട്ടും. ഞാനിത് ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ. പക്ഷേ എനിക്ക് ഇതിനോട് വലിയ താല്പര്യമില്ല. അമൃത്സരി താലി, പിന്നെ നോർത്ത് ഇന്ത്യൻ താലി, പിന്നെ രാജസ്ഥാനിയോ അല്ല ഇറ്റാലിയൻ താലി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. ഇങ്ങനെ തന്നെയല്ലേ പറയാം. ഞാനിതുവരെ കഴിക്കാത്തത് കൊണ്ട് എനിക്ക് അറിയില്ല, അതിൻ്റെ ടേസ്റ്റും എനിക്കറിയില്ല. പക്ഷേ ഇവിടുന്ന് മേടിച്ച ജ്യൂസ് നല്ല സൂപ്പറായിരുന്നു കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. നമ്മൾ പുറമേ നിന്ന് കഴിച്ച ഒരു ജ്യൂസിനേക്കാളും ഒക്കെ നല്ല അടിപൊളിയായിട്ട് തോന്നി എനിക്ക്. പിന്നെ ഓറഞ്ച് ജ്യൂസ് കേട്ടോ മേടിച്ചത്. എനിക്ക് ജ്യൂസ് എന്ന് പറയുമ്പോൾ ഞാൻ അധികവും മൊജിറ്റോ ആണ് ഇപ്പോൾ കഴിക്കാറ്. പക്ഷേ ഇപ്പം ജ്യൂസായിട്ട് ഞാൻ മേടിക്കുന്നുണ്ടെങ്കിൽ അധികവും ഞാൻ ഓറഞ്ച് ജ്യൂസ് തന്നെയാണ് മേടിക്കാറ്. പിന്നെ അല്ലു അധികം വാട്ടർ മെലൺ ആയിരുന്നു. പക്ഷേ ഇന്ന് അവൾ ഓറഞ്ച് ജ്യൂസാണ് പറഞ്ഞത്. ഞാനത് പറഞ്ഞുകൊണ്ടാണോ എന്നറിയില്ല, അവൾ ഓറഞ്ച് ജ്യൂസ് തന്നെയാണ് പറഞ്ഞത്. പക്ഷേ സൂപ്പറായിരുന്നു.
അപ്പോൾ നമ്മൾ ഇവിടെയാണ് ഉള്ളത് കേട്ടോ, പെപ്പെ പ്ലാനറ്റ്, കൊല്ലം ഡ്രീം മോൾ അതാട്ടോ സ്ഥലം. പിന്നെ എന്താ പറയുക, ഇതാ അവൾക്ക് പിന്നെ ഭയങ്കര ഹാപ്പിയായി, അവൾ കളി തുടങ്ങി കേട്ടോ. പിന്നെ ഇവിടെ ഷോക്സ് നിർബന്ധമാണ്. ഷോക്സ് അവർ അവിടെ നിന്ന് തന്നെ നമ്മൾ പൈസ കൊടുത്തിട്ട് നമുക്ക് അവിടെ നിന്ന് മേടിക്കാം. അപ്പോൾ അതാ അവൾക്ക് ഇത് തന്നെ, അവൾ അതിൽ കയറാൻ കുറേ സമയം കളിക്കുന്നു, പിന്നെ വേഗം അങ്ങനെ. പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂട്ടുള്ളത് നല്ലതാണ്. ഒറ്റയ്ക്ക് വന്നിട്ട് കളിക്കുന്നതിനേക്കാളും നല്ലത് ഇപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും കൂടി ഉണ്ടെങ്കിൽ, അവളെ ഒരു ഫ്രണ്ടും കൂടി ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കേനു. ഇതിപ്പോൾ ഒറ്റയ്ക്കായതുകൊണ്ട് അവളിങ്ങനെ അങ്ങോട്ടോടുന്നു ഇങ്ങോട്ടോടുന്നു. 1.5 മണിക്കൂറായിട്ടോ ടൈം. അയ്യോ എമൗണ്ട് ഞാൻ മറന്നുപോയി, 600 സംതിങ് ആണെന്ന് തോന്നുന്നു കാർഡിന് വരുന്നത്. അപ്പോൾ അത് 1.5 മണിക്കൂർ കിട്ടും. അങ്ങനെ ആ 1.5 മണിക്കൂർ നമ്മളിവിടെ പോസ്റ്റ് അടിച്ച് നിൽക്കണം. അതാണ് വലിയൊരു പ്രശ്നം. അങ്ങനെ അവളെ ഞാൻ എല്ലാം ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ. അവളെ എല്ലാത്തിലും കയറുന്നതും കളിക്കുന്നതൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. പിന്നെ അവൾ കഴിഞ്ഞിട്ട് വന്നപ്പോൾ അവൾക്ക് പിന്നെയും കളിക്കണം എന്നുള്ളൊരു ചിന്ത മാത്രം. ഇപ്പം തന്നെ സമയം 4 മണി 4:30 ആയെന്ന് തോന്നുന്നു. പിന്നെ എന്താ ഫുഡ് കഴിക്കണ്ടേ, അവൾക്കാണെങ്കിൽ ഇപ്പം തന്നെ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അത് മേടിച്ച് കൊടുത്തു. പിന്നെ അതിന് വേറെ രക്ഷയില്ല. ഇന്ന് അവളുടെ ദിവസമായിട്ട് നമ്മൾ അവളെ കരയിക്കണ്ടെന്ന് വിചാരിച്ചു. അവൾ പറയുന്നതെല്ലാം ഹാപ്പി ആക്കിയിട്ട് വിടാമെന്നാണ് വിചാരിച്ചത്. കാരണം ആകെ ഒരു ദിവസമല്ലേ നമ്മൾ കൂട്ടിക്കൊണ്ടുവന്നിട്ടുള്ളൂ വെക്കേഷനായിട്ട്. അപ്പോൾ അവളെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ ഇന്ന്. അങ്ങനെ ഐസ്ക്രീമൊക്കെ മേടിച്ചു. ഞാൻ ബിരിയാണി കേട്ടോ മേടിച്ചത്, ഹസ്ബൻഡ് ഷവർമ്മ. അങ്ങനെ 3 ആളും ഓരോ ഐറ്റം മേടിച്ച് കഴിച്ചു. ഞാൻ നോക്കുമ്പോൾ അല്ലുതാ ഇവിടെ സൈഡിൽ നോക്കി കഴിക്കുക. എന്താണെന്ന് ചോദിച്ചപ്പോൾ അവൾ സ്ക്രീന് കാണിച്ചു തന്നെ. അപ്പോൾ അവിടെ പ്ലേ ഏരിയയുടെ ആ വീഡിയോ അവിടെ സ്ക്രീനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അവളുടെ മനസ്സിപ്പോഴും അവിടെ തന്നെ. അങ്ങനെ എൻ്റെ ബിരിയാണി വന്നു കേട്ടോ. ഇതാ ഇവിടുന്ന് അൽബറാക്ക് അവിടെ നിന്ന് കേട്ടോ വാങ്ങിയത്. നല്ല കിടിലം ബിരിയാണിയായിരുന്നു. പ്രേമ് ഷവർമ്മയായിരുന്നു പറഞ്ഞത്. എൻ്റെ ബിരിയാണി എത്തി. എനിക്ക് കോയമ്പത്തൂരിൽ നിന്നൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റാണ് കേട്ടോ കിട്ടിയത്. അടിപൊളിയായിരുന്നു. എനിക്ക് കോയമ്പത്തൂർ ബിരിയാണി ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ ഒരു ഇതിലേക്ക് പോയി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയതല്ല, മൊത്തമായിട്ട് ഇറങ്ങിയില്ല. അല്ലുവിനെയും കൂട്ടിയിട്ട് അല്ലുവിനൊരു എന്തെങ്കിലും ഒന്ന് മേടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അവൾക്ക് ടെഡിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും മേടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അവൾക്ക് ഇപ്പോഴും മനസ്സ് അവിടെ തന്നെയാണ് കേട്ടോ. പിന്നെയും ചോദിക്കുന്നുണ്ടായിരുന്നു അമ്മ അവിടേക്ക് പോയാലോ എന്നൊക്കെ. ഈ കുട്ടികൾക്ക് എത്ര കളിച്ചു കഴിഞ്ഞാലും മടിക്കില്ല അല്ലേ. നമ്മളവിടെ നിന്ന് പോസ്റ്റ് അടിച്ച് എനിക്ക് കാലുവേദന എടുക്കാൻ തുടങ്ങി. മതിയായിട്ട് എങ്ങനെയെങ്കിലും പോയാൽ മതി എന്നുള്ള ചിന്തയായിരുന്നു എനിക്ക്. പിന്നെ കുട്ടികൾക്ക് കളിക്കലല്ലാണ്ട് വേറെ ചിന്തകളൊന്നും വരില്ലല്ലോ. അങ്ങനെ നമ്മളിത് മേടിക്കാൻ പോകുന്ന കേട്ടോ. വേറെ ഒന്നും ഇവിടുന്ന് എടുത്തില്ല. ടെഡി മാത്രം ലക്ഷ്യം വെച്ച് എന്തൊക്കെയോ പറയുന്നുണ്ട്. ഞാൻ ഉറക്കപ്പിച്ചില്ലാന്ന് ഡബ് ചെയ്തത്, അതുകൊണ്ടാണ് സോറി. അങ്ങനെ അവൾ ഓരോന്ന് നോക്കുന്നുണ്ട്. പക്ഷെ അവൾക്കും ടെഡി തന്നെയാണ് വേണ്ടത് കൊണ്ട് നമ്മൾ പിന്നെ ആ സെക്ഷനിലേക്ക് പോയി. ഇതാട്ടോ അവളെടുത്തത്. എനിക്കിത് ഇഷ്ടമായി. പക്ഷേങ്കിൽ ഇതിനേക്കാളും സോഫ്റ്റായിട്ടുള്ള വേറെ ഒന്നുണ്ടായിരുന്നു. അവിടെ കണ്ടു ഒരു മഞ്ഞയും റെഡും. അതിൻ്റെ ഇനി ആ ക്യാരക്ടറിന് എന്തെങ്കിലും പേരുണ്ടോയെന്ന് എനിക്കറിയില്ല. അത് കുറച്ചും കൂടി ഭയങ്കര സോഫ്റ്റായിരുന്നു ഇതിനേക്കാളും. ഞാൻ അത് എടുത്തോന്ന് പറഞ്ഞു. പക്ഷേ ഇവൾക്ക് ഇതാ ഇഷ്ടമായത്. അങ്ങനെ ഇത് തന്നെ എടുത്തു. നമ്മളിവിടുന്ന് ഇറങ്ങിയാണ്. അങ്ങനെ നമ്മൾ ഏകദേശം എത്താറായി കേട്ടോ. ഞാൻ പിന്നെ നല്ല ഉറക്കമായിരുന്നു. അല്ലു ഉറങ്ങിയില്ല. അല്ലു ഇങ്ങനെ ഇരുന്ന് ഓരോന്നും കാഴ്ച കണ്ടും ഫോൺ നോക്കിയൊക്കെയാണ് ഇരുന്നത്. അങ്ങനെ നമ്മൾ വിചാരിച്ചു ചായ കുടിച്ചിട്ട് പോകാമെന്ന്. ഇപ്പോഴല്ലുവിന് നല്ല ഉറക്കം വരുന്നുണ്ട്. ഇവിടെ എത്തിയപ്പോൾ അല്ലു ആദ്യം ആൾ മാറി. അവൾക്ക് ഷെയ്ക്കിൻ്റെ എന്തോ പിക്ക് കണ്ടിട്ട് അത് തന്നെ വേണമെന്ന് പറഞ്ഞു. എന്നിട്ട് എന്നാൽ പിന്നെ ഓക്കെ അത് മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഹസ്ബൻഡ് അവിൽ മിൽക്കായിരുന്നു പറഞ്ഞത്. അവൾ
ആ ഫോട്ടോയിൽ കണ്ട് അത് പറഞ്ഞു എനിക്ക് പിന്നെ ചായ വിട്ട ഒരു കളിയില്ല, എനിക്ക് ചായ തന്നെ വേണം. അങ്ങനെ ഞാൻ ചായക്കും പറഞ്ഞു. ഞാൻ ചിലപ്പം 2 ചായയൊക്കെ പറയും കേട്ടോ. ഞാനൊരു ചായപ്രാന്തിയാണ്. ഇതാണ് കേട്ടോ അല്ലു ഓർഡർ ചെയ്ത്, അല്ലു പറഞ്ഞിട്ട് ഓർഡർ ചെയ്തത്. പക്ഷേ അവൾ കഴിച്ചില്ല ഗൈസ്. അവൾ പിന്നെ ആ മേലെയുള്ളത് മാത്രം തിന്നു. അത് ഒരു ബിസ്ക്കറ്റ്, അത് ഓറിയോ ബിസ്ക്കറ്റിൻ്റെ ആ ഒരു ഇത് മാത്രം തിന്നു. പിന്നെ കുറച്ച് ഐസ്ക്രീം പ്രേമ കൊടുത്തു. ബാക്കിയൊക്കെ പ്രേമ ഒറ്റയ്ക്ക് കഴിക്കേണ്ടി വന്നു. ഞാൻ കഴിച്ചില്ല. എനിക്ക് ഇങ്ങനത്തെയൊക്കെ നല്ല തണുപ്പോട് കൂടിയിട്ട് ചിലപ്പം കഴിക്കുമ്പോൾ തലവേദന വരും. അതുകൊണ്ട് ഞാൻ അങ്ങനെ കഴിച്ചില്ല. എനിക്ക് ചായ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് മാത്രം കുടിച്ചു. അങ്ങനെ ഈ ഭംഗി കണ്ടിട്ട് ഓർഡർ ചെയ്തിട്ട് അവസാനം പണി കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണിയല്ല, പക്ഷേങ്കിൽ പ്രേമ അത് രണ്ടും കുടിക്കേണ്ടി വന്നു. ഞാൻ ഹെൽപ്പ് ചെയ്യാൻ നിന്നില്ല. അവൾക്ക് ഇനിയിപ്പം വീട്ടിൽ പോയിട്ട് ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതിന് ശേഷം ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ നേരെ ഇങ്ങോട്ട് വരിക ചെയ്തത്. അപ്പോൾ ഇനിയിപ്പം വീട്ടിൽ പോയിട്ട് ചോറും കറിയൊക്കെ ഉണ്ട്. അപ്പോൾ അവൾക്കാണെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും ഇഷ്ടം. ചോറും കറിയാണ് അവൾക്ക് ഏറ്റവും ഇഷ്ടം. അപ്പോൾ ഇവിടെ പോയി കഴിഞ്ഞാലും വീട്ടിലെത്തിക്കഴിഞ്ഞാലും അമ്മ ചോറ് വേണമെന്നാണ് പറയാറ്. അതുകൊണ്ട് ഇനി വീട്ടിലെത്തിയിട്ട് ചോറൊക്കെ കൊടുക്കാം. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ എൻ്റെ വീഡിയോ. അപ്പോൾ കുറേ കാലത്തിന് ശേഷം ചെയ്തൊരു വ്ളോഗായിരുന്നു ഇത്. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക്